കുറച്ച് നാളത്തേക്ക് ഞാൻ എൻ്റെ വീട്ടിൽ നിൽക്കാൻ വേണ്ടിയാണ് കേട്ടോ വന്നത്. എൻ്റെ വീട്ടിൽ വന്നാൽ പിന്നെ എനിക്ക് നോക്കാനുള്ള ഒരു പരിപാടി കുട്ടിപ്പെണ്ണിനെ മാത്രം നോക്കിയാൽ മതി, വേറെ ഒന്നും എനിക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഏറ്റവും വലിയ ടാസ്ക് എന്തെന്ന് വെച്ചാൽ ഈ കൊച്ചിന് ആഹാരം കൊടുക്കണം. ഈ കൊച്ചാണെങ്കിൽ ഒന്നും കഴിക്കില്ല. അങ്ങനെ അവൾക്ക് എങ്ങനെയൊക്കെ ആഹാരം കൊടുത്തിട്ട് ഞാൻ അടുത്ത് പോയതോ മറങ്ങാണ്ടി. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നതെന്ന് എനിക്കറിയില്ല. അതായത് നമ്മുടെ കേശനട്ട്, അതായത് നമ്മളെ വറങ്ങാണ്ടി തന്നെയാണ്. അതിന് നമ്മൾ 2 കിട്ടി കേട്ടോ. അങ്ങനെ അതിനെ എടുത്തുകൊണ്ടൊന്ന് അതിനകത്തിട്ട് അടിയോടടി. അതാണെങ്കിൽ ഒരു മയയില്ല, അതാണെങ്കിൽ ഇളവി വരുന്നതേ ഇല്ല. അങ്ങനെ എൻ്റെ ആർത്തിമുത്ത് എൻ്റെ കൈ കുറേ പ്രാവശ്യം പൊള്ളി, എൻ്റെ കയ്യിൽ നിന്ന് സ്ലിപ്പായി അത് താഴേക്ക് വന്ന് വീണു. പിന്നെ എങ്ങനെയൊക്കെയോ അടിച്ച് പരത്തി എൻ്റെ കുറ്റിയും പ്രമാണവും ഒക്കെ എടുത്ത് അതങ്ങനെ ഞാൻ എങ്ങനെ പൊട്ടിച്ചെന്ന് എനിക്ക് തന്നെ അറിഞ്ഞുകൂടെ. ദൈവമേ, അത് വീണ്ടും തിളച്ച്, അല്ലെങ്കിൽ ഈ ആക്രാന്ത മൂത്ത് തണുത്തിട്ട് തിന്നാൻ നോക്കണം. വീണ്ടും വീണ്ടും അത് താഴെ വീണുകൊണ്ടേയിരുന്നു. അങ്ങനെ എങ്ങനെയൊക്കെയോ പറങ്ങാണ്ടിയെ ഞാൻ എടുത്ത്. ഒരെണ്ണം കരിഞ്ഞു, ഒരെണ്ണം നല്ല വെള്ളവെള്ളായിരിക്കണം. ആദ്യം നമുക്കിതിന് കുഞ്ഞുമണിക്ക് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാം. കുഞ്ഞുമണിയാണെങ്കിൽ കഴിച്ചിട്ട് എന്ത് വായിക്ക് വെച്ചാലും സൂപ്പറെന്ന് പറയും. ചൂടുള്ളതുകൊണ്ട് ആദ്യം ഒന്നും തറയിലിട്ടെ, പിന്നെ വായിക്കാത്തിട്ട്. കുഞ്ഞുമണിയുടെ അക്രമമാണ് കേട്ടോ ആ തറയിൽ കിടക്കുന്ന മൊത്തം. അങ്ങനെ കുഞ്ഞുമണിക്ക് ഇഷ്ടപ്പെട്ടു. ഇന്നവൾ തന്നെ എന്തൊക്കെയോ ആക്ഷൻ കാണിക്കും. ഇപ്പം നോക്കിയോ, അങ്ങനെ അവിടെ കാണിക്കും, ആക്ഷനൊക്കെ കാണിക്കാൻ നല്ല മുടിക്കുക. സൂപ്പർ. തലയിലെ പൂവുണ്ടോ, താലപ്പൊലിയാണെന്ന് വിചാരിക്കുന്നത്. ഇവിടെ പൂ സീസൺ ആയതുകൊണ്ടാണ്. പിന്നെ ആ കുഞ്ഞുമണിക്ക് ചോറൊക്കെ കൊടുത്ത് നമ്മളിതാ ഹോസ്പിറ്റലിലോട്ട് വന്നു. ഹോസ്പിറ്റലിൽ വന്ന എന്താണെന്ന് നിങ്ങളോട് എന്തായാലും ഞാൻ ഒരു ദിവസം പറയുന്നുണ്ട്. അങ്ങനെ ഹോസ്പിറ്റലിലോട്ടൊക്കെ വന്ന് ഞാനും അമ്മയും കൂടെയാണ് കേട്ടോ ഹോസ്പിറ്റലിൽ വന്നു. കുഞ്ഞുമണിയാണെങ്കിൽ ഡോക്ടറിനെ കണ്ട് ഡോക്ടറിൻ്റെ എന്തൊക്കെ എടുക്കട്ടെ അതെല്ലാം എടുക്കട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ഡോക്ടർ ഭാഗ്യത്തിന് ചീത്ത വിളിച്ചില്ല, അത് തന്നെ ഭാഗ്യം. പിന്നെ നമ്മൾ അങ്ങോട്ട് വീട്ടിലോട്ട് തിരിച്ചു വന്നു.